السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ നമ്മളുടെ ഈ മഹത്തായ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ പരമദയാലുവായ കരുണക്കടലായ റസ്സാഖായ ഗഫാറായ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആര് ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുവോ അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. മുത്തു മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന പവിത്രമായ, ഏറെ പോരിശകൾ നിറഞ്ഞ, ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ആഘോഷമാണ്. ഹബീബായ തങ്ങളെ ഓർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള മജ്ലിസിൽ നമ്മൾക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ബൈത്തുകൾ ചൊല്ലണം, ദിക്ർ ദുആകൾ ചൊല്ലണം, മുത്തനബിക്ക് ഏറെ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും നമ്മുടെ മജ്ലിസിൽ എല്ലാ ദിവസവും പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഈ മഹത്തായ മജ്ലിസ് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നും പറയുന്നത് പോലെ മുത്തുനബിയുടെ പേരിലും അജ്മീർ ഖാജ തങ്ങളെ പേരിലും മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും സിഎം വലിയുല്ലാഹി തങ്ങളെ പേരിലും നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ മിസ്ലി സവാബിനെ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അജ്മീർ ഖാജ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സിഎം വലിയുള്ളാഹി തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാ. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ. ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ കുടുക്കുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലോ സാധുക്കളായ ഞങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തുനബിയുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾക്ക് മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ ബൈത്ത് ചൊല്ലാം. എന്റെ പ്രിയമുള്ളവരെ, ഇത് ചൊല്ലുമ്പോൾ നമ്മളെ ഖൽബില് നല്ല നിയ്യത്തുണ്ടാകണം. ഹബീബായ തങ്ങളെ പൊരുത്തം ലഭിക്കണം, മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കണം. കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറണം. കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരൊക്കെ നല്ല നിലക്ക് ജീവിക്കണം. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം. ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാ എന്റെ കൂടെ എല്ലാവരും ചൊല്ലുക. അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകട്ടെ. ഈ മജ്ലിസ് കാണുന്നവരൊക്കെ എല്ലാ ദിവസവും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي جل مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم انت ام ابو ما راينا فيهما مثل حسنك قط يا سيدي خير النبي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم انت منجينا غدا من شفاعتك صفا ما لنا مثلك يا سيدي خير النبي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خير النبي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم إننا نرجو إلى كأس حولك للعطاس يوم نشر كتابي يا سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم
الصلاة على النبي كل وقت دائما لاها نجم في سماء سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മങ്കൂസ് മൗലൂദിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ആദ്യത്തെ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തുനബിയുടെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതേ, ഈ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നാളെ റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാഹ്. ഒരുപാട് കുടുംബക്കാര് പരസ്പരം വഴക്കിലാണ്, പിണക്കത്തിലാണ്. എല്ലാവർക്കും നീ ഐക്യമുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടുകൾ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഈ ബൈത്ത് ചൊല്ലിയവർക്കൊക്കെ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പലരും ഈ മജ്ലിസിൽ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് നേതാവ് ഹബീബായ തങ്ങളോട് റൗളയിലേക്ക് സ്വലാത്തും സലാമും പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا رسول الله، الصلاة والسلام
والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ, അവിടുത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു പ്രാവശ്യമെങ്കിലും മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയി ഇതുപോലെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് മുത്തുനബിയുടെ ചാരത്ത് ഞങ്ങൾക്ക് സീറ്റ് നൽകണേ അല്ലാ. അവിടുത്തെ തൃക്കല്യാണം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാ. ഇനി നമ്മൾക്ക് അതിമഹത്തായ ഫാത്തിമിയ സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലാം. നല്ല മനസ്സോടെ നല്ല നിയത്തോടെ ചൊല്ലിക്കോളൂ. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പോരിശകളും നിറഞ്ഞ സ്വലാത്താണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, 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 اللهم صل على النور وأهلي، 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 اللهم صل
സല്ലി അലൻ നൂരി വഅഹ്ലി. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഫാത്തിമിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്, നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. സൂര്യൻ എന്ന പണ്ടം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളിലും കുടുംബത്തിലൊക്കെ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് വിജയിപ്പിക്കണേ റബ്ബേ. ഫാത്തിമിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആര് ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നുണ്ടോ അവർക്ക് മുത്തുനബിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി നമ്മൾക്ക് അതിമഹത്തായ സ്വലാത്തുല്ലാ സലാമുല്ലാ എന്ന ബൈത്ത് ചൊല്ലാം. ഇത് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം, എന്റെ പ്രയാസങ്ങളൊക്കെ മാറണം, എനിക്ക് സന്തോഷം ലഭിക്കണം, മക്കള് കുടുംബത്തിലൊക്കെ ബറക്കത്തുണ്ടാകണം, ജോലിയിൽ ബറക്കത്തുണ്ടാകണം, ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് എനിക്ക് സിയാറത്ത് ചെയ്യണം, റസൂലുള്ളാഹിന്റെ പൊരുത്തം ലഭിക്കണം എന്ന നിയത്തോടെ ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫലം നിന്റെ ജീവിതത്തിൽ കാണും. സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ
റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്, ശഫാഅത്ത് നൽകണേ അല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, മുത്തുനബിയെ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, അവിടുത്തെ ചിരുതര്യ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റബ്ബേ, വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റണേ റബ്ബേ. പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാം. ആരീ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുറാദുകൾ ഹസിലാക്കല്ലാ, ആ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, അവർക്ക് സന്തോഷം നൽകണേ അല്ലാ, അവർക്ക് നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ പ്രത്യേക അനുഗ്രഹം നൽകണേ റബ്ബേ. അവരെ സങ്കടത്തിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാക്കല്ല അല്ലാ, കഷ്ടപ്പാടിലാക്കല്ല അല്ലാ. ഇനി നമ്മൾക്ക് അല്പം സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. നല്ല മനസ്സോടെ ചൊല്ലിയാൽ നിങ്ങളുടെ ടെൻഷനുകളൊക്കെ മാറും, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാകും. നമ്മൾക്ക് ഒരുമിച്ച് അല്പം ചൊല്ലാം, അല്ലാഹു സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا
അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. സൂറത്തുൽ കൗസറിന്റെ ബർക്കത്ത് കൊണ്ട് നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൗസർ, അതേ ഹൗലുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ പ്രത്യേക സഹായം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ വേദനകളും അകറ്റണേ റഹ്മാനെ, എല്ലാ കഷ്ടപ്പാടുകളും അകറ്റണേ അല്ലാഹ്, എല്ലാ ദുരിതങ്ങളും അകറ്റി തരണേ അല്ലാഹ്, എല്ലാ ടെൻഷനുകളും അകറ്റി തരണേ റഹ്മാനെ. സമാധാനമുള്ള, ശാന്തിയുള്ള, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അസ്മാഉൽ ഹുസ്നയിലെ യാ സലാം എന്ന് പറയുന്ന അതിമഹത്തായ ഇസ്മ ഒരുമിച്ച് ചൊല്ലാം. ഇത് രക്ഷയുടെ മന്ത്രമാണ്, ഇത് കാവലിന്റെ മന്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ നമ്മൾക്ക് ലഭിക്കും, നമ്മളെ മക്കൾക്ക് ലഭിക്കണം, കുടുംബത്തിന് ലഭിക്കണം, ജോലിയിലും എല്ലാ സ്ഥലത്തും ലഭിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് ചൊല്ലാം. യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ റസാഖായ ഖഹാറായ ഗഫാറായ സ്വലാമായ നാസിറായ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരത്തിലേറെ ആളുകള് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. ഞങ്ങളെ ആമീൻ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ റബ്ബേ, ഞങ്ങളെ വേദനകൾ അകറ്റിത്തരണേ റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്, നീ തിരുനോട്ടം നൽകുന്ന മജ്ലിസാക്കണേ റബ്ബേ. എത്ര രോഗികളാണ് ഞങ്ങളെ മജ്ലിസിൽ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, കാലുവേദന, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട് റബ്ബേ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് റബ്ബേ, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവരുണ്ട് അല്ലാഹുവേ, ക്യാൻസർ ഉള്ള ആളുകളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ, ഈ മജ്ലിസ് കാണുന്നവരെ കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ പടച്ചവനെ, എടുത്തു കളയണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഓപ്പറേഷൻ
ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ രോഗത്തിന് ശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ കടക്കാരാണ്, പല രൂപത്തിൽ കടക്കാരാണ്. മക്കളെ വിവാഹം ചെയ്തു കൊടുത്ത് കടം വന്ന ആളുകൾ, കച്ചവടം നടത്തി കടം വന്ന ആളുകളുണ്ട് റബ്ബേ. സ്വന്തമായി വീട് വെച്ചതിന്റെ പേരിൽ കടം വന്ന ആളുകളുണ്ട്, മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വന്ന ആളുകളുണ്ട് റബ്ബേ. ഭക്ഷണം കഴിക്കാനില്ലാതെ, അരി വാങ്ങാൻ ക്യാഷില്ലാതെ, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ക്യാഷില്ലാതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. എത്ര കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുള്ളത്. ആ കരങ്ങളെ ഖായിബായി ഖാസിറാക്കി മടക്കല്ല റബ്ബേ. ദുആക്ക് ഇജാബത്ത് നൽകല്ലാ. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ, തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്, വീട് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നല്ല വീട് കൊടുക്കല്ല, നല്ല സ്ഥലം കൊടുക്കല്ല, അതിനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. വീട് പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിലക്ക് തന്നെ വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതിന് നിന്റെ സഹായം നൽകണേ റബ്ബേ. ജോലിയില്ലാതെ എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലരും വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളാണ്. കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തടക്കം അല്ലാഹുവേ കടലിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല മത്സ്യം നൽകണേ റഹ്മാനെ. നല്ല മത്സ്യം പിടിച്ച് കച്ചവടം നടത്താനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവരെ വരുമാന മാർഗം കടലിലാണ്. ആ വരുമാന മാർഗം നീ തടസ്സപ്പെടുത്തല്ല അല്ലാ. അവർക്ക് നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. കടലിലേക്ക് പോകുമ്പോ അവർക്ക് നിന്റെ കാവൽ നൽകല്ല, അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകള്, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് നൽകല്ല, സംരക്ഷണം നൽകല്ല, കാവൽ നൽകല്ല. ജോലിയിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. നാട്ടിലെ പല കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അസൂയാലുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളുടെ വിവാഹം ശരിയാവാതെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. എന്ത് തടസ്സമുണ്ടെങ്കിലും നീക്കി കൊടുക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. മക്കളില്ലാതെ റബ്ബേ ഒരുപാട് സഹോദരിമാര് പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ് റബ്ബേ. ഞങ്ങളെ ചൊല്ലിയ ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, പ്രാർത്ഥനകളുടെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം കാരണം എത്ര മാതാപിതാക്കളാണ് വിഷമത്തിൽ, എത്രമാത്രം മാതാപിതാക്കളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിനെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ. ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് സൽസ്വഭാവം നൽകണേ അല്ലാ. അദബുള്ള, ഈമാനുള്ള, തഖ്വയുള്ള, സ്നേഹമുള്ള മക്കളാക്കണേ റബ്ബേ. കാബാലികന്മാരുടെ കാബാലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റബ്ബേ.
റബ്ബേ. കാട്ടാളന്മാരുടെ കാട്ടാള ഹസ്തങ്ങളെ തൊട്ട് ഞങ്ങളെ കുഞ്ഞുമക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ, പഠിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. എന്ത് പരീക്ഷ എഴുതുന്ന മക്കളാണെങ്കിലും ആ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ റഹ്മാനെ. പരീക്ഷകളിൽ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബ കലഹങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. മക്കളെ കെട്ടിച്ച് വീടുകളിലൊക്കെ സന്തോഷം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സ്നേഹമുള്ള കുടുംബമാക്കി മാറ്റണേ റബ്ബേ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് പിശാച് ബാധയെ തൊട്ട് മറ്റുള്ള ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നീക്കുപോക്ക് വരവോക്കളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. സാധുക്കളായ ഞങ്ങൾക്ക് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകല്ല. ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. ഭർത്താക്കന്മാർക്ക് നൽകല്ല, ഭാര്യമാർക്ക് നൽകല്ല, കുടുംബക്കാർക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ കുറവാണ്, അത് തള്ളിക്കളയല്ല റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകല്ല. മുത്തുനബിയുടെ റൗളയിൽ പോകാൻ ഭാഗ്യം നൽകല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഒരാളോടും വെറുപ്പില്ലാതെ, അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാ, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകല്ല. നിന്റെ സഹായം നൽകണേ പടച്ചവനെ. നിന്റെ സംരക്ഷണം നൽകണേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുഞ്ഞുമക്കളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ. അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെറുപ്പകാലത്ത് അവർ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് നൽകല്ല. ആഫിയത്തും ആരോഗ്യവും നൽകല്ല. അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അവരെ മുറാദുകൾ ഹസിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബം, അവരുടെ മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്. അല്ലാ 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 അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ നാട്ടിലുള്ള ആളുകള്, ഞങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകള്, പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെ പോലെ ഭക്ഷണം തന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും സംരക്ഷണവും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ആണ്ടാണ്, 14ആണ്, 3ആണ്, 7ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗമാക്കണേ റഹ്മാനെ. ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിച്ചു കൊടുക്കണേ റഹ്മാനെ. നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ
തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസില് പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട്, ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടു പോയവരുടെ കാര്യം പറഞ്ഞവരുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, വിവാഹത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, പരീക്ഷയുടെ കാര്യം പറഞ്ഞവരുണ്ട്, വീടിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ലോണിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, കടത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ഭാര്യമാരെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ടെൻഷൻ പറഞ്ഞ ആളുകളുണ്ട്, രോഗം പറഞ്ഞ ആളുകളുണ്ട്. എല്ലാം നിനക്കറിയാമല്ലോ. മുഴുവനായി ഞാൻ ഇവിടെ പറയുന്നില്ല, ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാമല്ലോ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കണേ റഹ്മാനെ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാ. ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവർക്ക് സ്ഥിരമായി കാണാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സ്ഥിരമായി കാണുന്നവരുണ്ട്, അവർക്ക് പ്രത്യേക കാവൽ നൽകല്ലാ. അവസാനം ഞങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.